ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻട്രി എടുത്തിരിക്കുന്നത് ICICI ബാങ്കിലാണ്. ICICI ബാങ്കിൽ എല്ലാ ദിവസവും വരുന്ന പോലെ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ്. ഓക്കെ, എൻട്രി എടുക്കാനുള്ള റീസൺ നമുക്ക് നോക്കാം. ഞാൻ എൻട്രി എടുത്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അതിന് അഗെയിൻസ്റ്റ് ഡബിളാണ്. ഓക്കെ, എൻട്രി എടുക്കാനുള്ള റീസൺ നമുക്ക് നോക്കാം. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഒരു ഏരിയ മുതൽ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്ത് പ്രീവിയസ് ഡേ ഹൈയും കൂടിയാണ്. എക്സെപ്റ്റ് പ്രീവിയസ് ഡേ ഹൈന് മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് പതുക്കെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്ന് റെസിസ്റ്റൻസ് എടുത്തു. അതിനുശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ടായിരുന്നു. ഈ റീടെസ്റ്റിൽ ഇവിടെ ഒരു എൻട്രി ഞാൻ പ്ലാൻ ചെയ്തു, അതെനിക്ക് എടുക്കാൻ പറ്റില്ല, മിസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സാണ് ആയത്. റിവേഴ്സായി തിരിച്ച് ഈ ഒരു സ്വിങ്ങൊക്കെ ബ്രേക്ക് ചെയ്തു. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ ആണ് ഇത്. ആദ്യം റെസിസ്റ്റൻസ് ആയിരുന്നു, അതിനുശേഷം ഇതിപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായി ആക്ട് ചെയ്തു, അത് ബ്രേക്ക് ചെയ്തു. വീണ്ടും പിന്നെ അത് ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. അതിനുശേഷം അത് ഒന്നുകൂടി ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഈ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ മൂവ് ആയില്ല. കാരണം ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ചെയ്ത് ഇവിടെ ലിക്വിഡിറ്റി ഗ്രാപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് വന്ന് നല്ല രീതിയിൽ മൂവ്മെൻറ്റും തരേണ്ടതാണ്. അവിടെ മൂവ്മെൻറ്റും കിട്ടിയില്ല. അതിനുശേഷം മാർക്കറ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ കളിക്കുവാണ്. ഓക്കെ, ഈ എക്സൈറ്റ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ സെല്ലേഴ്സിനെ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ വന്നു ബ്രേക്ക് ചെയ്തു, സപ്പോർട്ട് എടുക്കുന്നത് പോലെ കാണിക്കുന്നു. ഇങ്ങനെ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു മൂവ്മെൻറ്റും തരുവാണ് ചെയ്തത്. ഇതിൻ്റെ മുകളിൽ നല്ലൊരു റെസിസ്റ്റൻസും ക്രിയേറ്റ് ചെയ്ത് തന്നെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നില്ല. ഓക്കെ, ആദ്യം ഒരു കൺഫ്യൂഷനായിരുന്നു. മാർക്കറ്റ് ബയേഴ്സ് ഇവിടെ ഈ ഒരു ഇതിൽ ബയേഴ്സും ഇവിടെ സെല്ലേഴ്സും ഉണ്ട്. അപ്പോൾ ആരെയാണ് ട്രാപ്പ് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാം. നമുക്കിവിടെ ഒരു പിൻ ബാർ ക്യാൻഡിൽ ഇവിടെ നോക്കാമല്ലേ. ഈ ഒരു പിൻ ബാർ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്തത്. ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടു. അതിന് അഗെയിൻസ്റ്റ് ഡബിൾ എൻ്റെ ടാർഗറ്റും ഫിക്സ് ചെയ്തു. ഓക്കെ, എൻ്റെ ടാർഗറ്റാണ് ഹിറ്റ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് കാണാം. അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു സിനാരിയോ മനസ്സിലാക്കുക. നമ്മൾ ഒരു എക്സൈറ്റ് റെസിസ്റ്റൻസിൽ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലും സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലുമുള്ള മൂവ്മെൻ്റാണ്. ഒരു എക്സെറ്റ് ഇവിടെ വന്നിട്ട് ഇതൊരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിൽ വന്നിട്ട് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ഈ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെൻ്റാണ്. അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ താഴോട്ട് വന്നു. ഓക്കെ, ഇനി പ്രൈസിന് മാർക്കറ്റിന് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്ന് ഇവിടെ വീണ്ടും സെല്ലേഴ്സ് വരും. ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡ് വേസ് കഴിച്ച് ഇത് ഡേ ലോ കൂടിയാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയ. ചിലപ്പോൾ ഇതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു സിനാരിയോയിലാണ് ഞാൻ എൻട്രി എടുത്തത്. ഓക്കെ, അതേപോലെ തന്നെ രാവിലെ എനിക്കിവിടെ വേറൊരു എൻട്രിയും കൂടി ഉണ്ടായിരുന്നു. ആ എൻട്രി എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞു. അതും നല്ലൊരു സെറ്റപ്പായിരുന്നു. കാരണം ഈ ഒരു ഓൾറെഡി മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഒരു പോസിറ്റീവായിട്ടാണ് ഓപ്പൺ ചെയ്തത്, ബുള്ളിഷ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം വന്ന് ഈ ഒരു എക്സൈറ്റ് ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് കളിക്കുന്നതെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ മാർക്കറ്റ് എന്താണ് ചെയ്തത്, ഇവിടെ വന്ന് സപ്പോർട്ട് ഈ ഒരു റെസിസ്റ്റൻസിൽ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്ത് അതിന് ശേഷമുള്ള ബ്രേക്ക് ഔട്ടാണ്. നല്ല ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. നോക്കാം, ബിഗ് ക്യാൻഡിൽസിലാണ് വന്ന് ബ്രേക്ക് ചെയ്തത്. അതിനുശേഷം റീടെസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഫേക്ക് ബ്രേക്ക് ഔട്ടും റിയൽ ബ്രേക്ക് ഔട്ടും നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഇത് ഒരു റിയൽ ബ്രേക്ക് ഔട്ടിന് എക്സാമ്പിളാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുക? ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഇങ്ങനെ വന്ന് ഒരു സിംഗിൾ ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്യും. അതിനുശേഷം ഇവിടെ വന്ന് കൺസോളിഡേറ്റ് ചെയ്യും. അങ്ങനെയാണ് തിരിച്ച് താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. നെക്സ്റ്റ് വീഡിയോ കാണാം.